എവിടെ ലൈഫ് ബോയ് അവിടെ ആരോഗ്യം എന്നൊരു പരസ്യവാചകമുണ്ടല്ലോ. അതുപോലെയാണ് എവിടെ മനോരമയുണ്ടോ അവിടെ കോൺഗ്രസ് ആരോഗ്യം. കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴൊക്കെ കോൺഗ്രസ് ചക്രശ്വാസം വലിച്ചോ അപ്പോഴൊക്കെ വെന്റിലേറ്ററുമായി ഓടിയെത്തും മനോരമ. ആ പത്രവും കോൺഗ്രസും സംസ്ഥാന സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും നിരന്തരം പറഞ്ഞു പരത്തുന്ന അനേകം നുണ ബോംബുകളിൽ ഒന്ന് ശശി തരൂരിൻ്റെ ഒറ്റ ലേഖനത്തിലൂടെയാണ് ആവിയായി പോയത്. അപ്പോൾ വീണ്ടും ഗ്ലൂക്കോസ് മരുന്നുമായി എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും MP-യുമായ ശശി തരൂരിനെതിരെ ഇനി പറയാൻ ബാക്കിയൊന്നും ഇല്ല ആ പത്രം. ശശി തരൂരിന് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കോട്ടയത്തെ കണ്ടത്തിൽ തറവാട്ടംഗങ്ങളുടെ ശവകുടീരത്തിന് മുന്നിൽ ചെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അല്ലാത്ത പക്ഷം ആ പത്രം കുത്തിമേർത്തിക്കളയുമെന്ന് വെച്ചാൽ എഴുതി തുരച്ചു കളയും. ശശി തരൂർ പറഞ്ഞതിൻ്റെ വസ്തുതകളിലേക്ക് ഇത്രയും ദിവസമായിട്ട് ആ പത്രം കടന്നിട്ടില്ല. ഇക്കാര്യം അന്വേഷിക്കാൻ മനോരമയിലെ മാധ്യമ വിദഗ്ധർക്ക് താല്പര്യവുമില്ല. ഇനിയിപ്പോൾ കാരണം അന്വേഷിച്ച് കണ്ടെത്തിയാൽ തന്നെ അത് സർക്കാരിന് അനുകൂലമാകും. എത്രയൊക്കെ വളച്ചാലും വാർത്തയെ ഒടിക്കാനാവില്ല. ഇനി സത്യസന്ധമായ കണക്ക് കൊടുത്താലോ, ട്രോഫിക്ക് പകരം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും മുതലാളി അടിച്ചു തരുന്നത്. അതുകൊണ്ട് അവരുടെ അന്വേഷണം അവിടെ നിൽക്കട്ടെ. പകരം പത്രത്തിൻ്റെ പണ്ഡിത ശിരോമണി VD സതീശൻജിയുടെ വാർത്താ സമ്മേളനം വെണ്ടയ്ക്കയാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ വ്യവസായ വളർച്ച, തരൂരിനെ തിരുത്തുന്ന കണക്കുകളുമായി സതീശൻ എന്ന്. സർക്കാർ പറയുന്നത് ഏച്ചുകെട്ടിയ കണക്കുകളാണെന്ന്. ഇതിങ്ങനെ വെണ്ടയ്ക്ക വലുപ്പത്തിൽ കൊടുത്ത മനോരമ സതീശൻജിയുടെ ഈ കണക്ക് അവതരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം വ്യവസായ മന്ത്രി P. രാജീവ് വാർത്താസമ്മേളനം നടത്തി നൽകിയ മറുപടിയെക്കുറിച്ച് മിണ്ടുന്നില്ല. മനോരമ മാപ്രകളെ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. രാജീവിൻ്റെ മറുപടി സമൂഹ മാധ്യമങ്ങളിലാകെ നിറഞ്ഞാടുകയാണ്. സതീശൻജി ബഹിരാകാശത്താണ്. സകല അർത്ഥത്തിലും സതീശൻജിയുടെ വാദം പൊളിഞ്ഞ് പാളിസായിരിക്കുന്നു. എന്നിട്ടും മനോരമ തളരുന്നില്ല എന്നത് ആ ജനസിൻ്റെ ഗുണം എന്നല്ലാതെ എന്തു പറയാൻ. ഇന്നത്തെ അവരുടെ ലീഡ് കൂടി നോക്കൂ. വിവാദം, ഒറ്റപ്പെട്ട് തരൂർ, പാർട്ടി ലൈൻ ഓർമ്മിപ്പിച്ച് K. സുധാകരനും. അമർഷം വ്യക്തമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ്. തരൂരിന് രൂക്ഷ വിമർശനവുമായി പാർട്ടി മുഖപത്രം. ശശി തരൂർ ഭസ്മമാകാൻ ഇതിൽ പരം എന്ത് വേണം? മനോരമ ശപിച്ചിരിക്കുന്നു. ഇനി തരൂർ പിന്മാറിയേ പറ്റൂ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒന്നിലേറെ തവണ തരൂരുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൻ്റെ അമർഷം അറിയിച്ചുവെന്നാണ് പത്രം പറയുന്നത്. മനസ്സിലായില്ലേ? മനോരമയുടെ കോട്ടയം ഓഫീസിലിരുന്നാവും വേണു ശശിയെ വിളിച്ചു കാണുക. ശശി തരൂരിനെ CPM സ്വാധീനിച്ചെഴുതിയതാണ് എന്ന ഒരു റൂമർ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് മനോരമ. കണ്ടെത്തൽ സുജിത് നായരുടേതാണ്. അല്ല നായരെ, മുസോറിയിലെ IAS അക്കാദമിയിൽ കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ KSIDC MD ഹരികിഷോറിനെ ക്ഷണിച്ചിട്ടുണ്ട്. ദാവോസിലെ ലോക സമ്മേളനത്തിൽ ഇതേ വിഷയത്തിൽ സംസാരിക്കാൻ കേരളത്തിന് ക്ഷണമുണ്ട്. 152 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിലേക്കാണ് ക്ഷണം. ഈസ് ഓഫ് ഡൂയിങ്ങിൽ 26ാം സ്ഥാനത്ത് നിന്നാണ് കേരളം 1ാം സ്ഥാനത്തെത്തിയത്. ഇതെല്ലാം ആരെ സ്വാധീനിച്ചിട്ടാണ് നായരെ? മനോരമയോടും നായരോടും ഒന്നേ പറയാനുള്ളൂ: ഇങ്ങനെ മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കണ്ണടച്ച ഇരുട്ടാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എത്ര നുണവിഷം നിങ്ങൾ ഒഴുക്കിയാലും അതിനെയെല്ലാം വകഞ്ഞു മാറ്റി ജനങ്ങൾ ആ വെളിച്ചം കാണും. കാരണം ഓരോ മലയാളിയും ജീവിതം കൊണ്ട് അനുഭവിക്കുകയാണ് നാട്ടിലുണ്ടായ മാറ്റങ്ങൾ.